അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2026 ഉള്ള ന്യൂ ഇയർ ആണല്ലോ നാളെ. അപ്പോൾ അതിന് വേണ്ടിയുള്ള റസ്റ്റ് പ്ലാൻസൊക്കെയാണ്. സോ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് December 30 സോ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ബട്ട് എഡിറ്റിംഗ് ഉണ്ട്. എഡിറ്റ് ചെയ്യാൻ നല്ല മടിയാണ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് December 31 ആൻഡ് 31 തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ അറ്റ് ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് ഡേറ്റൊക്കെ കേട്ടോ. നമ്മൾ 30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ആദ്യത്തെ പരിപാടി വിഷൻ ബോർഡാണ്. അപ്പോൾ ഈ ഒരു വിഷൻ ബോർഡ് ഒരു കുഞ്ഞ് നോട്ടിൽ എഴുതി വെക്കണം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. എനിക്ക് ടോട്ടലി 9 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കാം. പിന്നെ ഞാനൊരു കുഞ്ഞൊരു നോട്ടിലാണ് എഴുതി വെക്കുന്നത്. പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ റൂട്ടീൻസ്. ഈ ഒരു 2026 റൂട്ടീൻസ്, സ്കൂളിലെ ദിവസം, സ്കൂളില്ലാത്ത ദിവസം ആൻഡ് എക്സാം ഡേയ്സ്, അങ്ങനത്തെ കുറച്ച് റൂട്ടീൻസും എഴുതി വെക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കുറച്ച് ഇങ്ങനെ ഞാൻ അവിടെ ഇടാൻ പറഞ്ഞത് പിന്നെയാണ് ഒക്കെ വായിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഞാൻ ഒക്കെ ഇട്ട് പിന്നെ ഡിസൈനൊക്കെ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ സ്കൂൾ, എക്സാം ഡേ, അങ്ങനെ നമ്മൾ പറയുമ്പോഴൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നോ സ്കൂൾ ഡേ, സ്കൂളില്ലാത്ത ദിവസം. അപ്പോൾ അന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കുകയാണ്. അപ്പോൾ നോ സ്കൂൾ ഡേ ആണ് കുറേ ഉള്ളത്. പിന്നെ ഞാൻ അടിയിൽ കുറച്ച് ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സ്പേസ് വന്നപ്പോൾ ഞാൻ അവിടെ വിചാരിച്ച് എൻ്റെ അടുത്ത് ഈ ഒരു പാലറ്റ് ഉണ്ട്. ഈ പാലറ്റ് കൊണ്ട് അടിയിൽ 2026 എന്ന് എഴുതി കൊടുക്കാൻ വിചാരിച്ചു. സോ ഞാനങ്ങനെ എഴുതി കൊടുക്കുകയാണ്. പിന്നെന്താ പറയാനുള്ളത്? പിന്നെ ഇങ്ങനൊന്നും പറയാനില്ല. പിന്നെ നമ്മൾ 2026 എന്ന് എഴുതുമ്പോൾ കൈ വിറക്കുന്നുണ്ട്, എന്താ അറിയില്ല. പാലറ്റ് ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. കുറേ ദിവസം മുമ്പുള്ളതാണ്, ഇപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് പറയാനുള്ളത് കുറച്ച് ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അന്നന്ന് വീഡിയോ ഷൂട്ട് ചെയ്യലുണ്ട്, പക്ഷേ അത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കാരണമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മുടെ ന്യൂ ഇയറിൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു ന്യൂ ഇയർ ആകുമ്പോൾ ഈ ന്യൂ ഇയറിന് നമ്മളിങ്ങനെ എന്തിനാണ് ഈ പ്ലാൻസൊക്കെ ഇട്ട് വെക്കുന്നത് അങ്ങനെയൊക്കെ വിചാരിക്കും. പിന്നെ ഈ ഒരു വിഷൻ ബോർഡ് എന്താണ്? വിഷൻ ബോർഡ് മീൻസ് നമ്മൾ ആ ഒരു ഇയറിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കണം. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കണം. എന്നിട്ട് അത് നമ്മൾ ചിലപ്പം ഒരു പേപ്പറിൽ എഴുതി വെച്ചത് മടക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ബോക്സിലൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. പക്ഷേ കൂടുതൽ കാണുന്നത് അത് വാൾപേപ്പറായി നമ്മുടെ ഇതിൽ വെക്കാറാണ്. നമ്മുടെ ഫോണ് അല്ലെങ്കിൽ ടാബ് ഇതിൻ്റെ വാൾപേപ്പറായി വെക്കാറ്. ഞാൻ 2025 ആദ്യം ഞാൻ വരയ്ക്കാൻ പോയത്. പിന്നെയാണ് ഓർമ്മ വന്നത് 26 ആണല്ലോ. അപ്പോൾ ഞാനങ്ങനെ ഇതാക്കി. ഈ ഒരു വിഷൻ ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്. സോ വിഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാനൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. പിൻട്രസ്റ്റ് വഴിയാണ് ഉണ്ടാക്കുക. പിൻട്രസ്റ്റ് അല്ലാതെ ഉണ്ടാക്കാം. ക്യാൻവേ ആപ്പിൽ ഉണ്ടാക്കാൻ കഴിയും. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പിൻട്രസ്റ്റാണ്. എനിക്ക് ഒന്നും കൂടി നല്ലപോലെ തോന്നിയത് പിൻട്രസ്റ്റ് ആട്ടോ. ആൻഡ് ദിസ് വൺ ഈസ് 26. അങ്ങനെ ഈ റൂട്ടീൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മൂന്നാമത്തെ കാര്യം നമ്മൾ റൂമൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്യുക. ആദ്യം തന്നെ ഞാൻ ബെഡാണ് മേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. ബെഡ് ഒക്കെ ഞാൻ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു, ബട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ബെഡ് ഹൗവൻ്റെ ആണ്. അവളെ ബെഡ് ഒന്ന് ക്ലീൻ ചെയ്ത് ദിസ് വൺ മൈ ബെഡ്, ഒരു ലീഫൊക്കെ ഉള്ള എൻ്റെ ബെഡാണ്. പിന്നെ നേരെ വിഷൻ ബോർഡ് ഉണ്ടാക്കുക. അങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ എനിക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കാം. ഈ ഒരു പണിയാണ്. സോ ഇതാണ് ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പിൻട്രസ്റ്റ്. ഈ പിൻട്രസ്റ്റിൽ നമുക്ക് അടിയിൽ പ്ലസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഡോട്ട് പേജ് വരും. ഈ ഡോട്ട് പേജിൽ നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ അടിയിലും നമുക്കൊരു പ്ലസ് ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് നിൽക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാൻ വെച്ചാൽ സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സെർച്ച് നോക്കി നമുക്ക് ഏത് പിക്ചറാണ് വേണ്ടത് ആ പിക്ചറിന് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് എന്നാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു പിങ്ക് യൂട്യൂബ് കിട്ടിയിട്ടുണ്ട്. സോ
നമുക്ക് ഇങ്ങനെയൊക്കെ വെക്കാൻ കഴിയും. അത് ചെറുതാക്കാനും വലുതാക്കാനും അങ്ങനെയൊക്കെ കഴിയുന്നതാണ്. സോ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ അടുത്ത സെർച്ച് ഓപ്ഷൻ നിൽക്കുക, നമുക്കിനി അടുത്ത വേണ്ടത് നിൽക്കുക. അപ്പോൾ 2026 എന്നുള്ളത് ഒരു എസ്തറ്റിക് ലെവലിൽ നമ്മൾ മേലെ കൊടുക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ അങ്ങനെ 2026 നോക്കുകയാണ്. സോ എനിക്ക് ഈ ഒരു 2026 ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ദിസ് വൺ വെരി ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇതെനിക്ക് എന്താണെന്ന് വെച്ചാൽ എന്തോ പോലെ തോന്നി, നല്ല എസ്തറ്റിക്കാണ്. ഇവിടെ പെട്ടെന്ന് കിട്ടുന്നില്ലായിരുന്നു, അപ്പോൾ ഞാൻ വേറെ വെച്ചതാണ് ഈ ഒരു 2026. എന്തായാലും രണ്ടും നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഇതുപോലെയൊക്കെയാണ് നമ്മുടെ വിഷൻ ബോർഡ് ഉണ്ടാക്കുക. ഈ ഒരു വിഷൻ ബോർഡ് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ഷോർട്സ് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട പിക്ചേഴ്സൊക്കെ ചെയ്യാം. സോ ഗായ്സ്, നമ്മുടെ 2026 പ്ലാൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ 2025 ഡിസംബർ 30 നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.